ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെറുവിലാണ്. പെറുവിൽ സാന്റാ റോസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുന്ന് ലാൻച എന്ന് പറഞ്ഞ ബോട്ട് എടുത്തിട്ട് ഞാൻ ഇക്വറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇക്വറ്റോസിലേക്ക് ഒരു അഡ്വഞ്ചർ ജേണിയാണ്. അതായത് ബോട്ടിൽ ഏകദേശം ഒരു 4 ദിവസം 4 ഡേയ്സും 3 നൈറ്റും അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നത്. സോ ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാധനങ്ങളും ബാഗും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ആ ബോട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇക്വറ്റോസിലേക്ക് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. വേറെ ടൂറിസ്റ്റുകളൊന്നുമില്ല, ഇതെല്ലാം ലോക്കൽ ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ളൂ. എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാമോക്കിലൊക്കെയാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. സോ സ്വന്തമായിട്ട് ഹാമോക്കെല്ലാം മേടിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ ഹാമോക്കിൽ കിടക്കുന്നുണ്ടോ, അതുപോലെ നമ്മൾ ബോട്ടിലെല്ലാം കെട്ടിയിട്ട് വേണം കിടക്കാനായിട്ട്. അങ്ങനെ വേണം പോകാൻ. ഞാനിപ്പോൾ ഇവരോടൊക്കെ ചോദിക്കുകയാണ് വാഷ്റൂം ഉണ്ടോ, എന്താണ്, എങ്ങനെയാണ്. ഓ ബോട്ടെ കർഗാർ 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 ബോട്ടെ കർഗാർ കർഗാർ ബോട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാവില്ല, ലിമിറ്റേഷൻസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇക്വറ്റോസ് Casa donde? Iquitos? Casa. Sí. Sí. ഈ പുള്ളിക്കാരീൻ്റെ ഫാദറാണിത്. ആൾ ഇക്വറ്റോസിലേക്ക് പോവാണ്, ട്രാവൽ ചെയ്യാണ് അങ്ങോട്ട്. ഞാൻ പോകുന്ന സെയിം ബോട്ടിൽ തന്നെ. കൊമീദ ബോട്ടെ കൊമീദ സി ബാന്യോ സി. ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്, എന്താ ചാർജ് ചെയ്യാൻ പറ്റുമോ, ബാത്റൂം ഉണ്ടോ, ഫുഡ് കിട്ടുമോ. ഫുഡെല്ലാം ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ബോട്ടിൽ കയറുന്ന സമയത്താണ് നമ്മൾ പൈസ കൊടുത്ത് ബോട്ടിൽ കയറുള്ളൂ. നമുക്ക് ഫുഡിനും കൂടെ ഉള്ള പൈസ ചേർത്തിട്ടായിരിക്കും അവർ മേടിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 4:58 ആയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് വരിക എന്നറിയില്ല. ലാഞ്ച് എന്ന് പറഞ്ഞാൽ കാർഗോ ഡെസ്പാസിയോ സി ഡെസ്പാസിയോ പയ്യെ പോകുന്ന കാർഗോ ബോട്ടാണ്. അപ്പോൾ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ ഓരോ ആൾക്കാർക്ക് എത്ര പെട്ടിയാണ്. അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് പോകുന്നവർ എന്തായാലും ഇത് ആമസോൺ ഫോറസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്, ഒരു സെൻട്രൽ പോർഷനിലേക്ക്. പിന്നെ നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റും. പക്ഷേ സ്പീഡ് ബോട്ട് എപ്പോഴും അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഏർലി മോർണിംഗ് എന്തോ പോകുന്നുണ്ട്. പക്ഷെ അത് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ എല്ലാം അങ്ങനെ കണ്ടാസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലോ ബോട്ട് എടുത്തിട്ട് പോകുന്നത്. ഇതേ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ജാമ്പാൻ്റെ കാലത്ത് ഏതോ ഒരു ബോട്ടാണ്, പഴയ ബോട്ടെല്ലാം ഉള്ളത്. ഇതേ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ നേരമായിട്ട് ഉണ്ട്. ഇതേ 5:53 ആയപ്പോഴാണ് വന്നത്. കയറാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല. കയറി പോകുന്നുണ്ട്. ഓലാ സി വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് തോന്നുന്നു ടിക്കറ്റൊക്കെ എടുക്കുന്നത്. പഴയ ബോട്ടും എപ്പോൾ പോയിട്ട് എപ്പോൾ സ്ലോ ആയിട്ട് പോയിട്ട് എങ്ങനെ എന്താവും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഭാഷ അറിയാണ്ട് ഞാൻ എങ്ങനാവും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താവും ഏതാവും എന്നൊക്കെ അറിയാനായിട്ടുള്ള. ബോട്ടിലതാ കയറിയത്. ഞാൻ എൻ്റെ ഹാമോക്ക് എടുത്തിട്ട് ഇവിടെ കെട്ടാൻ വേണ്ടി പോകും. അതെല്ലാം കെട്ടിയതിന് ശേഷം വീഡിയോ എടുക്കാം. എൻ്റെ വീടെല്ലാം കെട്ടിക്കഴിഞ്ഞ് എപ്പോഴും ടെൻ്റ് അടിക്കുന്നതിന് പകരം ഇന്ന് ഹാമോക്കാണ് അടിച്ചിട്ടുള്ളത്. അടുത്തുള്ള ആൾക്കാരൊക്കെ വഴി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനിത് കെട്ടിയത്. എനിക്കറിയില്ല അത്ര ഹൈറ്റിലെല്ലാം എങ്ങനെ കെട്ടാൻ തന്നെ. സോ കെട്ടിയിട്ട് എങ്ങനെ ഉറങ്ങാൻ തന്നെ എനിക്കറിയില്ല. ഹാമോക്കിൽ എനിക്ക് ഉറങ്ങാൻ തന്നെ അങ്ങനെ പറ്റില്ല. ഇത് പുതിയതെല്ലാം ഉറങ്ങാൻ പറ്റിയാൽ മതി. കാലും തലയൊക്കെ എങ്ങനെയാവും. പക്ഷെ സ്പേസ് ഉണ്ട് അത്യാവശ്യം. നല്ല വലിയ ഇതാണ്. ലാഞ്ചയിൽ പോകാനുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ സ്പെഷ്യലായിട്ട് മേടിച്ചാണ്. ഞാൻ വേർക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓ എന്തൊരു ചൂടാണ്. ഇനി 3 ദിവസം കുളിയില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പോകും, എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഒരു അഡ്വഞ്ചർ ജേണിയിലേക്ക് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും വേറെ ബോട്ടെല്ലാം എടുത്തിട്ട് പോകേണ്ടി വരും. എന്താവുന്നൊന്നും അറിയില്ല. പോയി നോക്കി നോക്കാം. അവിടെ എല്ലാവരും ഓരോ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അടിച്ച് കഴിഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെ എങ്ങനെ ഇരിക്കണേന്ന്. കണ്ടോ, ഈ ഒരു ടൈപ്പ് സാധനം തന്നെ എൻ്റെ കയ്യിലുള്ളത്. മെയിനായിട്ട് ഇങ്ങനത്തെ സാധനം മെറ്റീരിയലാണ് ഈ ലാഞ്ചയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബോട്ടിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്ക് ഓൾറെഡി ഒരു ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ചെറിയൊരു ബോട്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുക. അവിടെ ഇതിലിനി ഇല്ലാത്തൊന്നുമില്ല. എന്തോരം സ്ഥലം, എന്തോരം സാധനങ്ങളാണ് നോക്ക്. കണ്ടോ, ബ്രിഡ്ജ് ഉൾപ്പെടെ എന്തൊക്കെയോ കളിക്കാനുള്ള സംഭവങ്ങൾ പിള്ളേർക്കുള്ളത് അതും ഇതൊക്കെ ഉണ്ട്. ഇനി പോണ വഴിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ വില്ലേജിലെല്ലാം ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. ഇടയ്ക്കെല്ലാം എനിക്കൊന്ന് പകൽ സമയത്തല്ല, നെക്സ്റ്റ് നാളെല്ലാം. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ആൾക്കാരും അവിടുന്ന് കയറും. അങ്ങനെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇലക്ട്രിസിറ്റി ഒന്നും അവരുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്
എങ്ങനെ ഇലക്ട്രിസിറ്റി വന്നേ, അത് എന്തെങ്കിലും സോളാർ പോലത്തെ സംഭവമാണോ അതോ ബാറ്ററി ജനറേറ്റർ പോലത്തെ എന്തെങ്കിലും കാര്യമാണോ, എന്താണ് സംഭവം എന്നറിയില്ല. ഇപ്പോൾ സമയം 6:15 അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞാൻ ഇതിലായിരിക്കും ഇനി 3 രാത്രി 4 ദിവസവും. സി 3 días ചൂടാണ്, അതാണ് ഡ്രസ്സെല്ലാം അവർ ഊരിയിട്ട് നിൽക്കുന്നത്. ഞാനാണെങ്കിലും എനിക്ക് ചൂടെല്ലാം എടുത്തിട്ട് ഭയങ്കര സീനാവുന്നുണ്ട്. ഭയങ്കര ഹ്യൂമിഡിറ്റി എല്ലാം ആയിട്ട് എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫുള്ള് കാട്ടിനുള്ളിലൂടെ എല്ലാം ഇങ്ങനെ പയ്യെ ഇത് പോവുള്ളൂ, കാർഗോ ബോട്ടായതുകൊണ്ട്. ഞാനിവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഫുഡ് മേടിക്കുകയാണ്. ചിക്കനാണ് മേടിക്കുന്നത്. ബോട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ബോട്ട് 7 മണിക്ക് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഫുഡ് മേടിക്കാണ്ട് ഇന്ന് രാത്രിത്തെ ഫുഡ് ഉണ്ടാവില്ല, നാളെല്ലാം ഫുഡ് ഇൻക്ലൂഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും വിശക്കുന്നുണ്ട്. ഇനി രാത്രി വിശന്ന് കഴിഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല, ഉറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് മേടിക്കുന്നത്. ഞാനിതവിടെ ഫുഡ് നൈറ്റിനുള്ളത് മേടിച്ചിട്ടുണ്ട്. 14 സോളാണ് ആയത്. 14 സോൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി ഒരു 340. ചിക്കനും റൈസും അങ്ങനെ ഒരു കോമ്പിനേഷനാണുള്ളത്. ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, എക്സ്ട്രീം ലെവലിൽ ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തു കൂടെ നടക്കുകയാണേ. എനിക്ക് വാഷ്റൂം പോകണമെന്നുണ്ട്, പക്ഷെ വാഷ്റൂം എവിടെയും ഉണ്ട് അതിൻ്റെ മുകളിൽ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ചൂടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു വണ്ടിയെല്ലാം മൂവ് ചെയ്യുമ്പോൾ പകൽ സമയത്തൊക്കെ ഇതുവഴി നമുക്കെല്ലാം നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊന്നും ഫുള്ളായിട്ടില്ല, ഇനി ഓരോ സ്റ്റോപ്പിലെല്ലാം എത്തുമ്പോൾ ഫുള്ളായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടുള്ളതായിരിക്കില്ല, ഇടയിൽ ഏതെങ്കിലും വില്ലേജിൽ നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിർത്തിയിടാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഡിപ്പെൻസ് ആണ്, എന്താണെന്നൊന്നും അറിയില്ല. എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ. ഇവിടെ കിച്ചൺ ഉണ്ട്, ടേബിളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റാഫുകൾ എന്തോ കഴിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന്. അപ്പോൾ ഓക്കെയാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഓൾറെഡി പ്ലേറ്റ് എല്ലാം അങ്ങനെയാണ് അവർ തന്നിട്ടുള്ളത് കഴിക്കാനുള്ളത്. എന്തായിട്ടില്ല, എന്തോ സോസൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കട്ടെ, എനിക്കിപ്പോൾ വിശക്കാൻ തുടങ്ങി. ഇതാണ് ഫുഡ്. ബനാന ഉണ്ട്, എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസും പിന്നെ ചിക്കനും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ റൈസിനെല്ലാം. ഞാൻ അങ്ങനെ കഴിക്കുകയാണ്. സോസേജും എല്ലാം എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബോട്ടൊക്കെ എടുത്ത് മൂവിങ് ആയിട്ടുണ്ട്. എന്താവും എന്നറിയില്ല അത്രയും ദിവസം. ഞാൻ ആലോചിക്കുന്നതല്ല, ഇപ്പോൾ ബാഗും ക്യാമറയും ഫോണൊക്കെ എങ്ങനെ സേഫായിട്ടിരിക്കുന്നത്, അതാണ് എൻ്റെ ഒരു വിഷമം. താഴെ ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗും വെള്ളവും എല്ലാം താഴെ ഇവിടെ വെച്ചേക്കാണ്. അതാരെങ്കിലും എടുത്തിട്ട് പോവോ, ഇതൊക്കെയാണ് എൻ്റെ നിലവിലെ ടെൻഷൻ. എങ്ങനെയാവും എന്നുള്ള ഉറക്കം എങ്ങനെയെങ്കിലൊക്കെ ഉറങ്ങുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ടയർഡായിട്ട് എന്തെങ്കിലും 3 ദിവസത്തിൽ 1 ദിവസമെങ്കിലും നല്ലപോലെ ഉറങ്ങി പോകുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങട്ടെ, നാളെ മോർണിംഗ് കാണാം. മേ ബി നാളെ സൺറൈസൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടോ. അടുത്ത പ്രശ്നം ഇതാണ്, കണ്ട് പ്രാണികൾ വരും. ഫ്ലാഷ് കൂടെ ഓണാക്കി കഴിഞ്ഞാൽ സീനാണ്. കൊതുക് പല ജീവികളാണ്. ആമസോൺ കാട്ടിലൂടെ പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ബോട്ട് പോകുന്നത്. മൂവിയിൽ നിന്ന് അറിയുന്നപോലെ എനിക്കൊരു ഇളക്കം പോലും ഇല്ലല്ലോ. അതാണ്. ഗുഡ് മോർണിംഗ്. കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഇന്നലെ കിടന്നുറങ്ങി എണീച്ചിട്ടുണ്ട്. ഞാനിവിടാണ് കിടന്നുറങ്ങി. രാത്രിയൊക്കെ പിന്നെ നല്ല തണുപ്പായി. ഞാനിതേ ഇവിടെ പുതപ്പൊക്കെ എടുത്ത് പുതച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ബാഗെല്ലാം ഇരിക്കുന്നുണ്ട്, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനിടയിലൊക്കെ. അവരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇടയിലൊക്കെ ഏതൊക്കെയോ വില്ലേജിലൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു. സ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ലോ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കേട്ടാ, ഈ ഒരു ആമസോൺ റിവർ ഇങ്ങനെ കിടക്കുവാണ് വലുതായിട്ട്. അതിലൂടെ ഇങ്ങനെ വളരെ പയ്യെ പോകുന്നു. അതുകൊണ്ടൊക്കെ ഒരുപാട് സമയം എടുക്കും എത്താനായിട്ട്. ഏകദേശം 300 കിലോമീറ്റർ അത്രയൊക്കെ ദൂരമുണ്ട്. എല്ലാവരും ഇവിടെയൊക്കെ ഗ്യാപ്പിൽ ആൾക്കാരായിരുന്നു. ഓരോ സ്ഥലമൊക്കെ എത്തിയപ്പോൾ അവരെല്ലാം ഇറങ്ങിപ്പോയി. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കിടന്നുറങ്ങാം. ഫുഡ് ആക്ച്വലി ഇതിൽ ഇൻക്ലൂഡ് അല്ല. ഫുഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മേടിച്ച് കഴിക്കണം കേട്ടോ. 3 ദിവസത്തെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരു പൈസയാവും. ഞാൻ എന്തായാലും ഒരു നേരമൊക്കെ കഴിക്കുള്ളൂ. ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ എത്രയാവും എന്താവും എന്നൊക്കെ. അതെ, അതാ ഇതാണ്. ഫുഡിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 12 മണിക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവർ രാവിലെ വല്ല 6 മണി 7 മണിക്കെല്ലാം ഫുഡ് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് മീൽ ഇതായിരിക്കും, അറിയില്ല. അവർ ചോദിക്കുമ്പോൾ അവർ യെസ് നോ എന്നും പറയുന്നുണ്ട്. ഞാൻ 10 മണിക്ക് എണീച്ച്, ഇപ്പോൾ 10 മണിയായി.
മാത്രം ഉണ്ടാവുള്ളൂ, ഇപ്പം ഉണ്ടാവില്ല. കണ്ടോ, ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ട്, അവിടെ ഞാൻ കുത്തിയിട്ടതാണ്. അക്കി ചാർജ് നോ നോ ahora no rato sí രാത്രിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്നത് ഇതാ വർക്കാവൂല, രാത്രിയെല്ലാം വർക്കാവും തോന്നുന്നുണ്ട്. ഇവരെല്ലാരും ഓരോ സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഇതൊന്നും പേടിച്ചില്ല. നമുക്ക് എല്ലാവരായിട്ട് ഞാൻ കമ്പനിയാണ്, ഭാഷ അറിയില്ലെങ്കിലും ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കാണ്ട് സംസാരിക്കുന്നുണ്ട്. ചിലരെല്ലാം ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പലതരത്തിലുള്ള ഹാമോക്കുകൾ നമുക്കിവിടെ കാണാം. അതേ കൊച്ച് കടന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നു, ഒരു പുള്ളി ഏകാന്തതയിലിരിക്കുന്നു. അല്ല, പുള്ളിയെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു ഹാമോക്ക് കെട്ടാനായിട്ട്. എൻ്റെ ഹാമോക്ക് രാത്രി തന്നെ വീണ്ടും ഇങ്ങനെ താഴേക്ക് വന്നിട്ട് വേറെ ഇവിടെ ഉള്ളൊരു പുള്ളിയുണ്ട്, അയാളെവിടെ, ഇവിടെ ഉള്ളൊരു പുള്ളിയാണ് എനിക്കിത് കെട്ടി തന്നത്. ലാസ്റ്റ് ആൾ കെട്ടി തന്ന രീതി ഡിഫറെൻ്റ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെ ആൾ കെട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ അത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കാണാനൊക്കെ രസമുണ്ട്. എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നു കിടന്നുറങ്ങാൻ. പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല, ഭയങ്കര തലവേദന. ഇങ്ങനെ ബോട്ടിൽ പോണതായിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഇവിടെ സ്നാക്സ് ഇത് വിൽക്കാൻ വെച്ചതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മേ ബി ഈ ഇതിൽ തന്നെയുള്ള ആൾക്കാർ വിൽക്കാൻ വെച്ചേക്കണായിരിക്കും. നമുക്ക് ഫ്രണ്ടിലേക്കൊക്കെ പോവാം. അവിടെ ഈ ഏരിയയിലുള്ളവരൊക്കെ നല്ല ഉറക്കമാണ്. പകുതി വരെ ഉറക്കപ്പിച്ചില്ലേ. മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മുകളിലേക്ക് കയറിയിട്ടില്ല. കയറി നോക്കട്ടെ എന്താ അവസ്ഥ. ഓ, ഇവിടെ സെയിം ആൾക്കാർ തന്നെ കണ്ടോ, 2 നിലയിലായിട്ടുള്ളത്. ഓ, ഇവിടെ ഒന്നുകൂടെ ചൂടാണ്. എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ്. താഴെ അത്രയും സൺലൈറ്റ് അടിക്കാത്തതുകൊണ്ട് അത്രയും ചൂട് തോന്നിയില്ല. അവരൊക്കെ ഇവിടെ ഞാൻ സംസാരിച്ചിരിക്കുന്നു. എനിക്ക് അറിയില്ല, ഒരാൾ കമ്പനിക്കുണ്ടായിരുന്ന അടിപൊളിയാണ്. അല്ല, വെറൈറ്റി ആയിട്ടുള്ള ഹാമോക്കുകൾ നോക്ക്. ഈ സൈഡിലൊക്കെ കുറേ ബെഞ്ച് ഉണ്ട്, അവിടെ എല്ലാം നമുക്ക് ഇരിക്കാം. ഒരു ദിവസം തുടങ്ങിയേ ഉള്ളൂ. ഇന്നലെ രാത്രി കയറി, ഇന്ന് രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇനി എത്ര നേരം കഴിയണം. അയ്യോ, എനിക്ക് തലയെല്ലാം വേദിച്ച്. എങ്ങനെ ഇത് പോകുന്ന വഴിക്ക് നോക്ക്, കുറേ വീടുകളൊക്കെ കാണാം. കേട്ടാ, ഇതൊക്കെ ഏതൊക്കെയോ ട്രൈബിലുള്ള ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല, നിർത്തില്ല. അവിടെ ഇപ്പോൾ നിർത്തിയാൽ തന്നെ അവർ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ മേടിക്കും ഇവിടെ എവിടെ എക്സ്പ്ലോർ ചെയ്യാനും. പക്ഷെ നോക്ക്, ഇവിടെ നിന്ന് ഇൻ്റർനെറ്റോ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലം, എത്രയോ ഉള്ളിലേക്കുള്ള കാടാണ്. അവിടെ എല്ലാം ആൾക്കാർ താമസിക്കുന്നത്. എത്ര സ്ലോ ആയിട്ടാണ് പോകുന്നറിയോ. ഈ ഒരു ആമസോൺ മൊത്തത്തിൽ കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് ചില സ്ഥലത്തെല്ലാം അവർ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു 6 മണിക്കൂറൊക്കെ നിർത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും, ഉള്ളിലേക്ക് പോവാതെ തന്നെ. ഇവിടെ എന്തോ ഒരു കട പോലെ കാണുന്നുണ്ടല്ലോ. കട തന്നെയാണ് നമ്മളെ നാട്ടിലെ ട്രെയിനിലൊക്കെ പോണ പോലെ. 3-4 ദിവസം നമ്മൾ ട്രെയിനിലിരിക്കൂലേ, 3 ദിവസമൊക്കെ. നമ്മളിൽ ഫുഡ് ഇൻക്ലൂഡല്ല. അങ്ങനെ ഇവിടെ ഫുഡ് ഇൻക്ലൂഡാണ്. ഇതാ ഇവിടെ നമുക്ക് മേടിക്കാനും പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം കൊക്കക്കോള 5 സോള്. ഓരോന്നിൻ്റെ റേറ്റാണ് എഴുതിയേക്കുന്നത്. കഫേ ലേച്ചെ പാലൊഴിച്ചിട്ടുള്ള കോഫി, പിന്നെ കനേല 2 സോള്. എന്താ പാൻ എന്ന് പറഞ്ഞ ബ്രെഡാണ്. പിന്നെന്താ പോയോ ബ്രോസ്റ്റോ, പോയോ ഫ്രിറ്റോ, അതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എഴുത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും, കാരണം വേറെ കൺട്രി ആവുന്ന സമയത്ത്. അപ്പം ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ആരും ഒന്നും കുക്ക് ചെയ്യുന്നില്ല. നമുക്ക് മേടിക്കാൻ പറ്റും. കണ്ടോ, സ്നാക്സും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ടേബിളും ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടെ സ്പേസ് ഉണ്ട്, താഴെ ഒന്നും കൂടെ സ്പേസ് കുറവാണ്. ഇല്ല, ചൂട് അങ്ങനെ ഇല്ല കേട്ടോ, ഒരേപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. മനസ്സിലാവുന്നില്ല മുകളിലാണോ താഴെയാണോ എന്താന്നുള്ളത്. ഞാൻ വണ്ടറാവുന്നത് ഇവിടുത്തെ ആ വില്ലേജ് എല്ലാം കണ്ടിട്ടാണ്. കണ്ടോ, കുറേ കാട്, അങ്ങനെ ഉള്ളിലേക്ക് കാട്ടിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഓ, സമ്മതിക്കണം. നമ്മളിങ്ങനെ ആമസോൺ റിവറിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. ഞാനിനി ഇക്വറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കഴിഞ്ഞിട്ട് സിം എടുക്കണം. എനിക്ക് നെറ്റ്വർക്ക് അപ്പം കിട്ടും, ചാർജ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു ബോട്ട് നമുക്കുണ്ട്, ഇതേപോലത്തെ തന്നെ ലാഞ്ച എന്ന് പറയുന്ന സ്ലോ ബോട്ട് എടുക്കണം. സ്ലോ ബോട്ട് എടുത്തിട്ട് ഇക്വറ്റോസിന് പുക്കാൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം. പുക്കാൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ബോട്ട് വേണ്ട, റോഡുണ്ട്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കണം. ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. ഒരു
10,000 12,000 വിത്തൗട്ട് ബാഗും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു 20,000-അടുത്തെല്ലാം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം എന്താ ചെയ്യണ്ടേ, എന്താക്കണം എന്നുള്ളത്. എന്താ താഴേക്ക് ഇറങ്ങാനുള്ള വഴി അപ്പുറമെല്ലാം പോയി. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ പുറത്ത് നിൽക്കുമ്പോൾ. വാ മുകളിലും കൂടെ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓലാ ദേ നമ്മളെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ. സി നോക്കട്ടെ എന്താണ്. ഡെസ്പാസിയോ സി കണ്ടോ, ഒരാളെന്തായാലും ഓടിക്കണം, അല്ലാണ്ട് അത് മൂവ് ചെയ്യില്ലല്ലോ. വളരെ പയ്യതാ ഇങ്ങനെ കണ്ടിട്ട് പോവും. അവിടെ നോക്ക്, അവിടെയൊക്കെ ഒരു ബോട്ടെല്ലാം കിടക്കുന്നുണ്ട് അത്യാവശ്യം വലുത്. അതെന്താണെന്നറിയില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ മുകളിലിങ്ങനെ. ഇവിടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഭയങ്കര പീസ്ഫുൾ സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കുന്നത് കാണാം. ഇവിടെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ കാർഗോല സാധനങ്ങളില്ല. അവിടെ നോക്ക്, ഒരാൾ ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചോദിക്കുക, ട്രാൻസ്ലേറ്റിൽ തന്നെ ചോദിച്ചോട്ടെ. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞത് ഇപ്പൊ അവിടെ ബോട്ടെല്ലാം കാണുന്നുണ്ട്, ആ ബോട്ടിന്റെ അവിടെ നിർത്തും, അപ്പോൾ പാസ്പോർട്ടെല്ലാം ആൾക്കാർ ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. മേ ബി ട്രസ്പാസ് ചെയ്യുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും ഇവിടെ നിർത്തുന്നാണ് ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ആള് പറഞ്ഞ. ആക്കി നോ സ്റ്റോപ്പ് ഓർ നോ അതാണ് ഇടക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിർത്തുന്നാണ് പറയുന്നത്, എന്താന്ന് തന്നെ അറിയില്ല. ആർമി ദിസ് പെറു പോലീസിയ മിലിറ്ററി. മിലിറ്ററിൻ്റെതാണ്. എന്തൊക്കെ ഉണ്ട്, മിലിറ്ററി ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ വില്ലേജ് ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് ആൾക്കാരെ ഇറക്കാനും കയറ്റാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നാട് മൊത്തം നിർത്തി പോകുന്നതുകൊണ്ട് തന്നെ എത്രയും സ്ലോ ആയിട്ട് പോകുന്നു, അറിയുന്ന പോലും. പക്ഷെ എന്തെങ്കിലും തലവേദന എനിക്ക് മനസ്സിലാവണം. തല ഭയങ്കര വേദന എടുക്കുക, ഭയങ്കര തലയിൽ വെയിറ്റ് വന്ന പോലത്തെ ഒരു വേദന. ഇവിടെ ഒരു വില്ലേജ് കാണുന്നില്ലേ, ഈ വില്ലേജിൽ നിർത്താൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു അരമണിക്കൂർ നിർത്തുന്നതാണ് അവർ പറഞ്ഞത്. മേദിയോറ എന്നാണ് പറഞ്ഞത്. മേദിയോറ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അവിടെ നോക്ക്, അവിടെ ബോട്ടെല്ലാം ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്ന കാണാം. ഇത് ഏതോ ഒരു വില്ലേജാണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ്. കുറേ പോന്ന് കഴിയുമ്പോൾ ആമസോൺ കാട്ടിൽ ഇവിടെ നെറ്റ്വർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ സിം ഇവിടെ എടുക്കാൻ കിട്ടുമോ? എടുക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിക്കാം. അരമണിക്കൂറെല്ലാം നിർത്തിയിടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മേടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. നോക്കേണ്ടി വരും. മേടിച്ചാലും ഇടയ്ക്കെപ്പോഴെങ്കിലും എവിടെയെങ്കിലും റേഞ്ച് കിട്ടിയാലുള്ളൂ. കണ്ടോ, ഇതാ അവിടെ നിർത്തി. ഇപ്പം ഇവിടെ ആൾക്കാർ കയറലും ഇറങ്ങലൊക്കെ ആയിരിക്കും. ഈ ആൾക്കാരൊക്കെ പകുതിയും കയറുന്നത് ഓരോ സ്നാക്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ട്രെയിൻ നിർത്തുന്ന സമയത്ത് ട്രെയിനിൽ ആൾക്കാർ കയറില്ലേ, അതേപോലെ തന്നെ ഓരോ സാധനങ്ങളായിട്ടാണ് വരുന്നത്. ജ്യൂസും വെള്ളവും കുറേ സ്നാക്സും എല്ലാം. പിള്ളേരൊക്കെയാണ് വരുന്നത്, വളരെ ചെറിയ പിള്ളേർ. കണ്ടോ, നമുക്ക് ഓരോന്ന് എടുത്തിട്ട് വരുന്നത്. അത് പോകാനുള്ളവരായിരിക്കില്ല, ഫുഡ് ഇതാക്കാനുള്ളതായിരിക്കും. കോക്കനട്ട് എന്തോ ആയിട്ട് വരുന്നുണ്ട് ആ കൊച്ച്. കോക്കനട്ട് ഞാൻ മേടിക്കാം, നോക്കട്ടെ. എനിക്കും വിശക്കുന്നുണ്ട്. പുറത്തേക്കാരും ഇറങ്ങുന്നത് കാണുന്നില്ല കേട്ടോ, ഇങ്ങോട്ട് കയറുന്നതേ കാണുന്നുള്ളൂ. ഞാൻ താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ. ഞാൻ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, താഴത്തേക്ക് പോകണം. ഇവിടെ നോക്കി അവർ വിൽക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലെ പൂരിയൊക്കെ ഉണ്ടല്ലോ, പൂരിയൊക്കെ പോലത്തെ ഒരു സാധനമാണ് അവർ വിൽക്കുന്നത്. ദുൽസെ സാലത്തെ ദുൽസെ സി, ഇതൊരു സ്നാക്ക് പോലെ, കാരണം പഞ്ചസാര അങ്ങനെ ഇട്ടിട്ടുണ്ട്, അതാണ് ദുൽസെ. ഇവിടെ കുറേ ഫുഡുകൾ അവർ ഇതാ വിൽക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ ചിക്കനും റൈസും ലെൻറ്റിൽസും എല്ലാം അവർ വിൽക്കുന്നത്. പക്ഷെ എനിക്കൊന്നും ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ട്രെയിനിലെ ഫുഡ് നമ്മൾ മേടിക്കൂലല്ലോ, ഏത് സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് വിജയവാഡയൊക്കെ എത്തുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കൂല. അതുപോലെ ഇവിടെ എത്തുമ്പോൾ ഇത് നല്ല ഫുഡായതുകൊണ്ട് അവരത് മേടിച്ച് കഴിക്കുമായിരിക്കും. പക്ഷെ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ മാത്രമല്ല. ചിലപ്പോൾ ഇനി 12 മണിക്കല്ലേ ഫുഡ് കിട്ടുമോ, അതുകൊണ്ടായിരിക്കും. ഞാനെന്തായാലും മേടിക്കുന്നില്ല. ഇവിടെ വേറെ എന്തെങ്കിലും സ്നാക്സ് എല്ലാം മേടിക്കാം. ഊനോ ¿Cuánto? 2 soles. ¿Ah? 2 soles. എത്രയോ പറഞ്ഞു, എത്രയാന്ന് മനസ്സിലായില്ല.
കോക്കനട്ട് ഭയങ്കര കട്ടിയുള്ളതാണല്ലോ. ദോസോൾന്നെന്താ പറഞ്ഞേ? ദോസോൾന്നാണോ പറഞ്ഞേ? കഴിക്കാനും കുടിക്കാനും കിട്ടുന്നു തോന്നുന്നു. കഴിക്കാൻ നമ്മൾ തന്നെ പൊട്ടിക്ക് കഴിക്കേണ്ടി വരും. un momento പൈസ നോക്കട്ടെ. നല്ല രസമുണ്ട്. കയ്യിൽ ഒതുങ്ങുന്ന ചെറുതാണ്. ഇതിന് 2 സോളേ വരുന്നുള്ളൂ. ഒരു സോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളല്ല, ഒരു സോള് എന്ന് പറഞ്ഞാൽ എത്ര ഡോളറാ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എത്രയെങ്കിലും ആവട്ടെ. അടിപൊളി അടിപൊളി. എൻ്റെ മുഖമൊക്കെ നോക്ക്, ടാൻ അടിച്ച് വെയിലടിച്ച് മറ്റേ പൊടി മണ്ണും എല്ലാം ആയി. ഉറങ്ങി നല്ല പോലെ, പക്ഷെ എന്താ അറിയില്ല, മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാ. ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഞാൻ എന്താ ഇത് മൊത്തം കഴിച്ച് ഒരെണ്ണം വലുതുണ്ട്. ഇത് തേങ്ങ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വെള്ളം കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ട് നിർത്തിയിട്ടേക്കാണ്. ഇപ്പോൾ പാസ്പോർട്ടെല്ലാം വന്ന് ചോദിച്ച് എമിഗ്രേഷനിലെ ആൾക്കാർ. ബാക്കി എല്ലാവർക്കും ID കാർഡ് ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുക. വേറെ ആരും ഇല്ല അതിൽ. ഞാൻ മാത്രമാണ് ഒരു ഫോറിനർ ആയിട്ടുള്ളൂ, ഔട്ട് സൈഡർ ആയിട്ടുള്ളൂ, ടൂറിസ്റ്റ് ആയിട്ടുള്ളൂ, ട്രാവലർ ആയിട്ടുള്ളൂ. പുറത്തത്തെ വേറെ ആരും ഇല്ല കേട്ടോ. എഞ്ചിൻ തന്നെ മൊത്തം ഓഫ് ചെയ്തിട്ടുള്ളത്. അവരവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ സ്മെല്ലെല്ലാം വരുന്നുണ്ട്. പൊട്ടാറ്റോയോ റൈസോ എന്തൊക്കെയോ. തലവേദന കാരണം ഭയങ്കര ബുദ്ധിമുട്ട്, ഉറങ്ങാനും പറ്റുന്നില്ല കിടന്നിട്ട്. എന്തായാലും ഞാനിങ്ങനെ ഇതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റൈസും എന്തോ ഒരു പൊട്ടാറ്റോ, 2 പൊട്ടാറ്റോ ആണോ എന്നറിയില്ല, പിന്നെ എന്തോ ഒരു ബീഫിൻ്റെ പീസും ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ കഴിക്കട്ടെ. ഇവിടെ ഫുള്ള് ചെക്കിങ് ആണ്. ഓരോ ബാഗും തുറന്ന് മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പോലീസും മിലിറ്ററിയും എല്ലാം വന്നിട്ട് എന്തെങ്കിലും ഡ്രഗ്സ് കടത്തുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. കൊളംബിയെന്നല്ലേ പെറുവിലേക്ക് എൻ്റർ ചെയ്ത്. പിന്നെ പല സംഭവങ്ങളും അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കുറേ ആൾക്കാർ വീണ്ടും ഓരോന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ ആമയെല്ലാം ആയിട്ടും ആമ വന്നേക്കുന്നു. ആമയെ എന്തിനാ വിൽക്കാനാണോ, വിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങളൊക്കെ എന്താ ഇവിടെ കഴുത്തെല്ലാം പുറത്തിട്ടുള്ളതാണ്. പിന്നെ അതാ എന്തോ ഒരു ടൈപ്പ് മീറ്റില്ല. ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി. ഉച്ചയ്ക്ക് വേർത്തിൻ്റെ മുഖം കണ്ടറിയുന്നുണ്ടാവും. എന്തോ ഞാൻ ഭയങ്കര ഓയിലി സ്കിന്നായതുകൊണ്ട് എണ്ണയെല്ലാം ഇങ്ങനെ പുറത്ത് ചാടിയിട്ടുള്ളത്. ഞാനൊരു ഇത് മേടിച്ചു, ഒരു പോപ്കോൺ ഇപ്പോൾ വന്നപ്പോൾ. നല്ല ഉറക്കം ഉറങ്ങിയത്. ഫുൾ വേർത്തിട്ട് എണീച്ച്. ഇപ്പോൾ മൂവിങ് ആണല്ലോ സ്ലോ ആയിട്ട്. അല്ല അല്ലേ? അതെയോ, മനസ്സിലാവുന്നില്ല മൂവിങ് ആണോ അല്ലേ പോലും. നമുക്ക് തന്നെ ഉറക്കം, വേറെ പണിയൊന്നുമില്ല. ഇതെന്ത് മീറ്റാണെന്തോ, എന്തോ മീറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടില്ല. എന്തെങ്കിലും ഇവർ ഹണ്ട് ചെയ്ത് പിടിച്ചിട്ടില്ലായിരിക്കും. അന്ന് കാട്ടിലൊക്കെ പോയപ്പോൾ അവിടെ കുറേ ഹണ്ട് ചെയ്ത് പിടിച്ച സാധനങ്ങളുണ്ടായിരുന്നു. ഈ ചേച്ചി എന്തിനാ ഇവിടെ വന്നിട്ട് കെട്ടിയേക്കണേ? എന്നോട് ചേർന്ന് ഉറങ്ങുമ്പോൾ ഒന്നും എനിക്ക് ഇതാക്കാൻ പറ്റില്ല. അത്രയും ചേർന്ന് കെട്ടിയേക്കാണല്ലോ. ഒന്ന് മാറ്റി കെട്ടിക്കൂടാ? ചേച്ചിക്കോട് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ഇവിടെ വന്ന് കെട്ടിയെന്തിനാണ്? കൊക്കാത എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. കോക്കനട്ടിൻ്റെ ഒരു സാധനമാണ്. ഇത് കൊള്ളാം. നമ്മളെ തേങ്ങ ചുമ്മാ തേങ്ങ ഉണ്ടാക്കാം, അതിൽ ഒരു സ്വീറ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. കൊള്ളാം. ഇതിന് ഒരു സോളേ ഉള്ളൂ. ഒരു സോളെന്ന് പറഞ്ഞാൽ 20 രൂപ സംതിങ് ലൈക്ക് ദാറ്റ് ഉണ്ടാവുള്ളൂ. നോട്ടെ കണ്ടാ, വിളിച്ചു പറയുന്നുണ്ടാ ചേച്ചി പൊക്കാതാ 22.53 അത്രേ ഉള്ളൂ ഇതിന്. എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത്. പെറു കൊളംബിയനേക്കാൾ ചീപ്പാണെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ തോന്നലുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഞാനിങ്ങനെ ഇവിടെ സൺസെറ്റൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. സൈഡിൽ കൂടെ ഒക്കെ ഓരോ ഗ്രാമങ്ങളുണ്ട്, അതെല്ലാം ഞാൻ അങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാണ്. ഈ ഒരു ടൈമിൽ ഓക്കെയാണ് വെതർ. കുറച്ച് നേരം മുന്നെല്ലാം ഞാൻ വേർത്തൊഴുകുമായിരുന്നു.
ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇനി 7 ദിവസമൊക്കെ ഞാൻ ഇക്വിറ്റസിലെത്തിയിട്ട് എങ്ങനെ പോവും. ഫ്ലൈറ്റ് ഇപ്പോൾ 20,000 ആണെങ്കിലും ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരും തോന്നുന്നു. ഞാൻ ചത്തുപോകും അല്ലെങ്കിൽ. ഇപ്പോൾ ഒരു ദിവസം ആയേ ഉള്ളൂ, 24 hours ആയേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഡെഡായി. ഇനിയുണ്ട് നാളെ മറ്റന്നൊക്കെ, അത് കഴിഞ്ഞേ ഞാൻ എത്തുള്ളൂ. എന്താണെന്ന് അറിയില്ല. ഈ ഒരു വൈകുന്നേരം ടൈം ആയ സമയത്ത് ഇതിന് ഡിന്നറാണോ എന്നറിയില്ല, ഒരു സൂപ്പ് കൊടുന്ന് തന്നിട്ടുണ്ട്. എന്തിൻ്റെ ഒരു സൂപ്പ്, ബീഫായിട്ട് എന്താണ്, റൈസാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം എന്തായി, ഒരു 5:30 സമയത്താണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ അടിപൊളിയാണ്. സൺസെറ്റ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. സ്കൈ നോക്ക്, ഭയങ്കര ബ്രൈറ്റ്. ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എല്ലാം വെള്ളത്തിലേക്ക് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചാൽ വളരെ സ്ലോയിലാണ്. ഇപ്പൊ ബോട്ടെല്ലാം മൂവ് ചെയ്യുന്ന അറിയുന്ന പോലും ഇല്ലല്ലോ, അത്രയും സ്ലോയിലാണ് പോകുന്നത്. ഞാനിവിടെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഇതെല്ലാം സൺസെറ്റ് എല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമാണ്. നോക്കിയേ, ഇവിടെ ഓരോ ഗ്രാമത്തിൽ മെയിനായിട്ട് ഇവിടെ എല്ലാം ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നോക്കുക, അവിടെ എല്ലാം ഫുട്ബോൾ കളിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരുട്ടായി തുടങ്ങി. അവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. എന്തൊക്കെയോ സാധനങ്ങളെല്ലാം അവർ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്. മെയിനായിട്ട് കാണുന്നത് എന്താണെന്നറിയോ, നമ്മളെ കപ്പ ഉണ്ടല്ലോ, കപ്പേൻ്റെ ചെടിയെല്ലാം കാണുന്നത്. ഇവിടുന്ന് ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നുണ്ട്. ആ വരുന്ന വഴി നോക്ക് കണ്ടാ, ഇങ്ങനെയുള്ള വഴി കൂടെയാണ് അവർ കയറും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും നിർത്തി എപ്പോൾ ഇനി എത്തും എന്നറിയില്ല. വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. സ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ലോയിലാണ് പോകുന്നത്. ആ വഴി കണ്ട, ആ വഴി കാണുമ്പോൾ തന്നെ എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റി ലൈക്ക് സോളാർ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, നെറ്റ്വർക്ക് എല്ലാം ഉണ്ട്. ഞാനാണെങ്കിൽ സിം എടുത്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫൈനലി ഞാനിതാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. ഹായ്, നൈസ് ടു മീറ്റ് യു. ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു. Me too. How are you? I'm good. Okay. When did you came, like in the boat? I got on the boat yesterday lunchtime. Yesterday around midday. Yesterday what time? 12 Okay. At night. a.m. Yeah, AM. Yes. ഓക്കെ, ഞാൻ ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ കയറി. പുള്ളിക്കാർ 12 മണിക്കെല്ലാം കയറി. കാരണം അപ്പോഴും വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോ യുവർ നെയിം ഇസ് കേറ്റ്. ഓക്കെ, യു ആർ ഫ്രം ഇംഗ്ലണ്ട്. ഓക്കെ. അപ്പോൾ ആള് ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ഫുള്ള് രാവിലെ തൊട്ട് തപ്പാണ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, പക്ഷെ ആരെയും കണ്ടിട്ടില്ല. ഫൈനലി പുള്ളിക്കാരെ കണ്ട്. ഇനി എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. We have 2 more days so we can talk a lot. I'm so happy. Finally another time. Yes. Otherwise I look into the river, only the Amazon river and the Amazon forest. I'm looking there. Different landscapes. Now I can talk to you. Do you speak Spanish? Very poquito. Like only the words like despacio, calor, frio, like that. Only the words, not fluent. But if somebody is talking, I can understand a little bit. But very hard to speak. It's like that. I see. Oh wow. Yeah, it's beautiful. നമ്മളിതാ സ്കൈ എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. എന്ത് രസമാണ് നോക്കി, സൺസെറ്റ് എല്ലാം കാണാൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൈ എല്ലാം മാറി മറഞ്ഞു വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും കൂടെ ആകുമ്പോൾ കൂടുതൽ അത് ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവളുടെ അടുത്തേക്ക് ആക്കിയിട്ട്. അവിടെയാണെങ്കിൽ കുറേ റഷാണ്, ഇവിടെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. സോ ഇതാണ് അവളുടെ ഹാമൊക്കെ അവൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഒരു ലോഡ് ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ട്യൂണ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു ട്യൂണ ഉണ്ട്. അപ്പോൾ അവളെ എനിക്കൊരു ട്യൂണ തന്നിട്ടുണ്ട്. അതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഓയിലിട്ടതുണ്ടാവും, വെള്ളത്തിലിട്ടുണ്ടാവും. ഇത് ഹെൽത്തി ആയിട്ട് വെള്ളത്തിലിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നോക്ക്, അവളിതെല്ലാം കുറേ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലൈറ്റ് പോയല്ലോ, ലൈറ്റ് കുറയുന്നുണ്ട്. നമ്മളിതിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ലൈറ്റെല്ലാം പോകുന്നുണ്ട്. ആ ബ്രെഡും ട്യൂണയാണ് കഴിക്കുന്നത്. പിന്നെ ട്യൂണയിൽ കുറച്ച് ഒരു സോസ് ഉണ്ട്. ആ സോസ് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അതാ നല്ല ബ്രെഡ് എന്തോ ഒരു ടൈപ്പ് ഇതെല്ലാം ആയിട്ടാണ് പുള്ളിക്കാരി വന്ന്. ഇന്ന് രാത്രി ഒരു സൂപ്പ് മാത്രം അവർ തന്ന്, പിന്നെ വേറെ ഫുഡൊന്നും തന്നില്ല. ഇവിടെ കോംപ്ലിമെൻ്ററി ഫുഡെല്ലാം കണക്കാം. ഒരുപാട് ഫുഡൊന്നും അവർ തരില്ല. നമ്മളിതാ കഴിക്കാൻ വേണ്ടി പോവാണ്. ഐസ് നോക്കട്ടെ.
കുറച്ചും കൂടെ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. താഴെ ഭയങ്കര റഷാണ്. അപ്പൊ ഇവളിവിടെ ഒറ്റയ്ക്കുമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എൻ്റെ വീട് മാറ്റിയത്. ഞാനപ്പോ ഇന്നിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ കേറ്റും ഉണ്ട്. കേറ്റും ഞാനും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ. പുള്ളിക്കാരിക്ക് ഞാൻ എൻ്റെ പുതപ്പെല്ലാം കൊടുത്ത് എൻ്റെ ലൈനർ വേറെ ഉണ്ടായിരുന്നില്ല. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പും രാവിലെ ആകുമ്പോൾ ഭയങ്കര ചൂടുമാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ഡേ, ഇറ്റ്സ് വെരി കോൾഡ് ഇൻ ദ നൈറ്റ്, റൈറ്റ്? അതാണ്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിതെല്ലാം കൊടുത്തപ്പോൾ. അവളേക്ക് ഫുഡൊന്നും ഞാൻ അവൾക്ക് പുതപ്പ് കൊടുത്തു. അപ്പോൾ ഞാനിതാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കുറച്ച് നേരം കൂടെ സംസാരിച്ചിട്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.